1930 ദണ്ഡി കടപ്പുറത്തേക്ക് കടലോളം ഇരമ്പിയെത്തിയ ജനക്കൂട്ടത്തെ നയിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിയമവാഴ്ചയെ ഒറ്റക്കല്ലെടുത്ത് വെല്ലുവിളിച്ച മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഉപ്പുകുറുക്കൽ സമരം. അന്ന് സാമ്രാജ്യത്വം കരുതിയത് ആ മെലിഞ്ഞുണങ്ങിയ മനുഷ്യനെ അടിച്ചമർത്താമെന്നാണ്. എന്നാൽ സിംഹാസനങ്ങൾ തകർന്നടിഞ്ഞു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ത്യയുടെ ആത്മാവ് കുടിയിരിക്കുന്ന അതേ ഡൽഹിയുടെ മണ്ണിൽ അതേ ഗാന്ധിയൻ വീര്യത്തോടെ അധികാരത്തിന്റെ അഹങ്കാരത്തെ മുട്ടുകുത്തിക്കുന്ന മറ്റൊരു ചരിത്രത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതേ ഡൽഹിയുടെ രാഷ്ട്രീയ മണ്ണിൽ എത്രയോ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റയാൽ പോരാട്ടം രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണചക്രങ്ങളെയും പോലീസ് സംവിധാനങ്ങളെയും പൂർണ്ണമായും അമ്പരപ്പിച്ച ദിനം. കഴിഞ്ഞ ദിവസം ഡൽഹി സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ധർണയ്ക്കല്ല, മറിച്ച് നിശ്ചയദാർഢ്യവും ആർജവും ഏറ്റുമുട്ടിയ തികച്ചും നാടകീയമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിനായിരുന്നു. സമരങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മണ്ണായിട്ടുള്ള ഡൽഹിയിലെ പോലീസ് ആസ്ഥാനങ്ങളെ വിറപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന വിപ്ലവകാരിയായ നേതാവ് വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് ചിതറിത്തെറിച്ച വെടിയുണ്ടകൾ കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ സാഹിൽ ലോച്ചാബ് എന്ന 19 വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ ചോരയിറ്റുന്ന മുഖം രാജ്യത്തിന്റെ മനസാക്ഷിയെ അത്രമേൽ പൊള്ളിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ 20 നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയും വിദ്യാഭ്യാസ അഴിമതികൾക്കെതിരെയും നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ക്രൂരമായ പോലീസ് വേട്ടയാടലിനാണ് സാഹിൽ ഇരയായിരുന്നത്. ശരീരത്തിൽ 100-ലധികം പെല്ലറ്റ് കഷ്ണങ്ങളും തകർന്നുപോയ കാഴ്ചയുമായി നീതി തേടി അലഞ്ഞ ആ വിദ്യാർത്ഥിക്കും അവന്റെ അമ്മയ്ക്കും മുന്നിൽ ഡൽഹി പോലീസ് വാതിലുകൾ കെട്ടിയടച്ചു. ഓഗസ്റ്റ് 14 മുതൽ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയിട്ടും ഫോൺ കോളുകളും ഇമെയിലുകളും അയച്ചിട്ടും ഒടുവിൽ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ കാരണം FIRന്റെ ഒരു കടലാസ് പോലും നൽകാൻ മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷൻ അധികൃതർ തയ്യാറായില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് സാഹിൽ കണ്ണീരണിഞ്ഞ നിമിഷത്തിലാണ് നാടകീയമായിട്ടുള്ള തിരിവ് ഉണ്ടാകുന്നത്. സാഹിലിന്റെ കൈ പിടിച്ച് അനീതിക്കെതിരെ വിരൽ ചൂണ്ടി രാഹുൽ ഗാന്ധി എന്ന ധീരനായ പ്രതിപക്ഷ നേതാവ് ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. മേലുദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ട ആ നിമിഷം സമയം ഉച്ചയ്ക്ക് 12 മണി. ഡൽഹി കണ്ട ഏറ്റവും വലിയ ഗാന്ധിയൻ പ്രതിരോധത്തിന് അവിടെ തുടക്കമായി. DCP ഓഫീസിന്റെ മുന്നിലെ തണുത്ത തറയിൽ രാഹുൽ ഗാന്ധി നിലത്ത് കുത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയും പരിക്കേറ്റ വിദ്യാർത്ഥിയും അവന്റെ അമ്മയും 4 കസേരകൾ, ഉറച്ച നിലപാടുകൾ, വിട്ടുകൊടുക്കാത്ത പോരാട്ടം. പുറത്ത് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വികാരഭരിതരായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അകത്ത് രാഹുൽ ഗാന്ധി ശാന്തനായിരുന്നു. അതേ തികച്ചും വിപ്ലവകരമായിട്ടുള്ള ഗാന്ധിയൻ മാർഗം. പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പ്രിയങ്ക ഗാന്ധി അകത്തേക്ക് പോകുന്നു, നിർദ്ദേശങ്ങളുമായിട്ട് പുറത്തേക്ക് വരുന്നു. രാഹുൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും ചലിച്ചില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ എയിംസിലെ ഡോക്ടർമാരുടെ റിപ്പോർട്ടും വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത പെല്ലറ്റുകളും ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. വൈകിട്ട് 5 മണി കഴിഞ്ഞപ്പോൾ കേസെടുക്കാൻ തയ്യാറാണ് എന്ന പോലീസ് സന്ദേശം നൽകിയെങ്കിലും രേഖാമൂലം ഉത്തരവ് ലഭിക്കും വരെ സമരം തുടരുമെന്ന രാഹുലിന്റെ ഒറ്റ നിലപാടിൽ ഡൽഹി പോലീസ് വിറച്ചുപോയി. ഒടുവിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ രാത്രി 6 മണിയോടെ പോലീസ് FIR പുറത്തുവിട്ടു. അതേ ദിവസം ഒരു നീണ്ട അചഞ്ചലമായിട്ടുള്ള സമരം ഡൽഹിയെയും അതിന്റെ ഭരണകൂടത്തെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു. അതായത് മോദി ഭരണത്തിനെതിരെ, മോദി ഭരണകൂടം നടത്തുന്നതിനെതിരെ, മോദി പോലീസ് നടത്തുന്നതിനെതിരെ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലുള്ള പോലീസ് നടത്തുന്നതിനെതിരെ ഒറ്റയാൻ നിന്ന് പോരാടി. അതായത് ഇതുവരെ FIR രേഖപ്പെടുത്താത്ത ആ കേസിൽ FIR ഇട്ടു. സായാഹ്ന പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒന്നടങ്കം വാർത്ത നൽകി. രാഹുലിന് മുന്നിൽ മുട്ടുമടക്കിയ അമിത്ഷായുടെ പോലീസ്. രാഹുൽ ഗാന്ധി എന്ന ജനനായകൻ ഭരണകൂടത്തെയും അവരുടെ പോലീസ് പടയും ഇതുപോലെ ഞെട്ടിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ അധികാരത്തിന്റെ തോക്കുകൾക്കും നിരോധനാജ്ഞകൾക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആ പോരാളിയെ കാണാൻ കഴിയും. 2011 ഉത്തർപ്രദേശിലെ ബഡ് പൗർസൌളിൽ കർഷകരുടെ ഭൂമി ബലമായിട്ട് പിടിച്ചെടുക്കാൻ മായാവതി സർക്കാർ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ സകല സുരക്ഷാ കവചങ്ങളും കാറ്റിൽ പറത്തി ഒരു അർദ്ധരാത്രിയിൽ ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തി. കർഷകർക്കൊപ്പം ധർണയിലിരുന്നു. ഒടുവിൽ രാജ്യത്തെ ഭൂമി ഏറ്റെടുക്കൽ നിയമം തന്നെ തിരുത്തി എഴുതാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച് ചരിത്രപരമായിട്ടുള്ള നീക്കം ആരും മറന്നിട്ടില്ല.
2029 ലങ്കിപ്പൂർ ഖേരിയിൽ കർഷകർ വാഹനങ്ങൾ കയറ്റി കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വഴി തടഞ്ഞെങ്കിലും ഭീഷണികളെയും തടസ്സങ്ങളെയും വകവെക്കാതെ പ്രിയങ്കയ്ക്കൊപ്പം ഇരകളുടെ വീടുകളിൽ നേരിട്ടെത്തി നീതി ഉറപ്പാക്കിയ ആ ഒരു നിശ്ചയദാർഢ്യം നാം കണ്ടതാണ്. മണിപ്പൂർ വംശീയ കലാപത്തിൽ കത്തുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പോലീസ് വഴി തടഞ്ഞപ്പോഴും ഹെലികോപ്റ്ററും കാൽനട യാത്രയായും മാറി മാറി ഉപയോഗിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ജനങ്ങളെ ചേർത്ത് പിടിച്ച രാഹുലിന്റെ ആ ഉറച്ച നീക്കം ഭരണകൂടത്തിനുണ്ടാക്കിയ വിറയൽ ചെറുതല്ല. കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000-ൽ പരം കിലോമീറ്ററുകൾ മഞ്ഞും മഴയും വകവെക്കാതെ നടന്നു തീർത്ത ഭാരത് ജോഡോ യാത്ര രാജ്യത്തിന്റെ ഹൃദയം തൊട്ട സമര പോരാട്ടമായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് അടുത്തിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണകൂടത്തെയും വിറപ്പിച്ച രാഹുലിന്റെ വോട്ട് ചോരി വിരുദ്ധ പോരാട്ടങ്ങൾ. നമ്മൾ കണ്ടതാണ്, തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. ജനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ വോട്ട് ചോർ ഗാദി ചോഡ് എന്ന രോമാഞ്ചമുണർത്തുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി തെരുവുകളിലും പാർലമെന്റിലും രാഹുൽ നടത്തിയ കടന്നാക്രമണം സിംഹാസനങ്ങളുടെ അടിത്തറ ഇളക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വികാരമായി മാറിയ ഒരു ചാത്രോം കി ഗൂഞ്ച് എന്ന ബഹുജന പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് പുതിയ തലമുറയുടെ അവകാശങ്ങൾക്കായിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. അതിലൂടെ ഡൽഹിയിൽ നടന്നതും ആ ജനകീയ വിപ്ലവത്തിന്റെ തുടർച്ച തന്നെയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യവും മുകളിൽ നിന്നുള്ള ഉത്തരവും പറഞ്ഞ് കേസ് മുക്കാൻ നോക്കിയ പോലീസ് സംവിധാനത്തിന് മുന്നിൽ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിലത്തു കുത്തിയിരുന്നപ്പോൾ തോറ്റത് ഭരണകൂടത്തിന്റെ അഹങ്കാരമാണ്. BJP നേതാക്കൾ ഇതിനെ അരാജക രാഷ്ട്രീയമെന്നും നാടകമെന്നും വിളിച്ച് ആക്ഷേപിച്ചേക്കാം. എന്നാൽ അനീതിക്കെതിരെ ഭയമില്ലാതെ മുന്നിൽ നിൽക്കുന്നതാണ് യഥാർത്ഥ നായകത്വം എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിനെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം ഈ അടുത്ത് സുപ്രീം കോടതിയിൽ വരെ എത്തിയില്ലേ? അദ്ദേഹത്തിന് എന്ത് പറ്റി? അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിടിച്ച് ഇപ്പോൾ അകത്തിടാം, അദ്ദേഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്ന് കരുതിയെടുത്ത് അദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? ഒന്നും പറ്റിയില്ല. വീണ്ടും പോരാടി. ആഭ്യന്തര മന്ത്രാലയത്തിനും അമിത്ഷായ്ക്കും പോലീസിനും മുന്നിൽ ഒടുവിൽ അടിയറവ് പറയേണ്ടി വന്നു. ഇത് വെറുമൊരു സമരമല്ല, പോരാട്ടമല്ല, ഇത് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ഒരു യഥാർത്ഥ ഹീറോയുടെ വിട്ടുകൊടുക്കാത്ത ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അണയാത്ത പ്രകാശമാണ്. അധികാരത്തിന്റെ കൽപ്പനകൾക്കും ഡൽഹി പോലീസിന്റെ അടച്ചിട്ട ഇരുമ്പ് കവാടങ്ങൾക്കും മുന്നിൽ ഒരു സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ രാജ്യത്തിന്റെ നേതാവ് കൽത്തറയിൽ കുത്തിയിരുന്നപ്പോൾ അവിടെ പുനർജനിച്ചത് ഇന്ത്യയുടെ വിപ്ലവാത്മാവാണ്. ഇത് വെറും ഒരു സമരത്തിന്റെ അവസാനമല്ല, മറിച്ച് അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമായിട്ട് രാഹുൽ ഗാന്ധി മാറിയ ഒരു പുതിയ ചരിത്രത്തിന്റെ യുഗമാണ്. പട്ന പർസൌളിൽ പോലീസിന്റെ കവചങ്ങളെ ഭേദിച്ച് കർഷകർക്കായി അർദ്ധരാത്രി ഇറങ്ങിത്തിരിച്ച ധീരത, ലങ്കിപ്പൂർ ഖേരിയിൽ ഇരകളുടെ വീടുകളിലേക്ക് മുള്ളുവേലികൾ തകർത്ത് കുതിച്ചെത്തിയ ആ ആർജവം, മണിപ്പൂരിന്റെ കത്തിയെരിയുന്ന തെരുവുകളിൽ മനുഷ്യരെ ചേർത്തണച്ച ആ കരുണ, 4000 കിലോമീറ്ററുകൾ നടന്ന് ഇന്ത്യയുടെ ഹൃദയം തൊട്ട ഭാരത് ജോഡോ യാത്രയുടെ ആ നിശ്ചയദാർഢ്യം, ജനങ്ങളുടെ വോട്ട് കവരുന്ന വോട്ട് ചോരി, ശക്തികൾക്കെതിരെ ഉയർന്ന വോട്ട് ചോർ, ഗാദി ചോർ എന്നീ സിംഹഗർജനം, അഴിമതികൾക്കെതിരെ വിദ്യാർത്ഥികളുടെ ശബ്ദമായി മാറിയ ചാത്രോം കി ഗൂഞ്ച്, അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വീര്യമുള്ള അധ്യായമാണ് ഡൽഹി പോലീസിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും മുട്ടുകുത്തിച്ച ഈ ഒരു വിപ്ലവം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ തിരുത്തിച്ച് അമിത്ഷായുടെ പോലീസിനെ കൊണ്ട് FIR എഴുതി വാങ്ങിയ രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ തോറ്റത് അധികാര ധാർഷ്ട്യം മാത്രമല്ല, ജയിച്ചത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോ സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. ചരിത്രം സാക്ഷിയാണ്. ഭരണകൂടത്തിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ, പോലീസിന്റെ തോക്കുകൾ അനീതിക്ക് മുന്നിൽ കാവൽ നിൽക്കുമ്പോൾ, സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടി നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഒരു യഥാർത്ഥ ജനനായകൻ ഉണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനം. ഇത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അണയാത്ത വെളിച്ചം. ഇത് അടിയറവ് പറയാത്ത രാഹുൽ ഗാന്ധി എന്ന വിപ്ലവ സൂര്യന്റെ പോരാട്ട വീര്യം കൂടിയാണ്. ഇങ്ങനെ തന്നെ പോരാടും. ഇതിനു മുന്നിൽ മോദി സർക്കാരും അമിത്ഷായുടെ പോലീസും ഉൾപ്പെടെ അടിയറവ് പറയേണ്ടി വരും, അല്ലെങ്കിൽ മുട്ടുമടക്കേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.